ഹായ് ഓൾ, ഇന്ന് നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ബാക്കി പോർഷൻസാണ് ഇന്ത്യയിലെ വേസ്റ്റ് മാനേജ്മെൻറ്റിലെ ബാക്കി പോർഷൻസാണ് നോക്കാൻ പോകുന്നത്. വേസ്റ്റും അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് നമ്മളുടെ ഗവൺമെൻറ്റിനെ അതിൻ്റെ പ്ലാനിങ്ങും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ആണ്. MOEF ആണ്. MOEF is the nodal agency in the administrative structure of the central government for the planning of e-waste management and sustainable environmental issues. ഇനി ഫസ്റ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂള് 2011 വന്നത്. അപ്പം 2011 law was based on extended producer responsibility. അപ്പം ഈ ഒരു ലോ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. EPR, അത് ഓർത്ത് വയ്ക്കണം കേട്ടോ, ഷോർട്ട് ഫോം ഓർത്ത് വയ്ക്കുക. EPR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ റെസ്പോൺസിബിലിറ്റിയെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതായത് ഒരു പ്രൊഡക്റ്റ് ഒരു കൺസ്യൂമറിന് കൊടുക്കുന്നിടം വരെ അല്ല ഒരു പ്രൊഡ്യൂസറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് ആ ഒരു പ്രൊഡക്റ്റ് അത് ഉപയോഗിച്ച് അതിൻ്റെ എൻഡ് ഓഫ് ലൈഫ് എത്തുമ്പം അത് തിരിച്ച് ആ ഒരു പ്രൊഡക്റ്റിനെ സ്വീകരിച്ച് അതിനെ വേണ്ട രീതിയിൽ റീസൈക്കിൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. which put the responsibility on the producer for the management of the final stages of the life of the product in an eco-friendly way. അപ്പം അതായിരുന്നു വേസ്റ്റ് മാനേജ്മെൻറ്റ് 2011 പറഞ്ഞിരുന്നത്. അത് പ്രൊഡ്യൂസറിന് റെസ്പോൺസിബിൾ ആണ് ഒരു പ്രൊഡക്റ്റിൻ്റെ എൻഡ് ഓഫ് ലൈഫിൽ എന്ത് ചെയ്യണം എന്നുള്ളത് പ്രൊഡ്യൂസർ ഡിസൈഡ് ചെയ്യണമെന്നുള്ളതായിരുന്നു 2011 റൂളെന്ന് പറയുന്നത്. പക്ഷേ അതിനൊരു പോരായ്മയുണ്ടായിരുന്നു. ഇറ്റ് ഡസ് നോട്ട് സെറ്റ് കളക്ഷൻ ടാർഗറ്റ്സ്. അതായത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് കൊടുത്തു എത്രമാത്രം തിരിച്ച് കളക്ട് ചെയ്യണം എന്നുള്ളത് ആ ലോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതിന് അമെൻമെൻറ്റ് വന്നു. അതായത് ആ ലോയ്ക്ക് ചേഞ്ച് വന്നു. വേസ്റ്റ് മാനേജ്മെൻറ്റ് പുതിയൊരു അമെൻമെൻറ്റോടുകൂടി 2016 വീണ്ടും വന്നു. ആ ഒരു അമെൻമെൻറ്റോടുകൂടി കുറച്ചുകൂടി കൂടുതൽ പ്രൊഡക്ട്സ് ആ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് കാറ്റഗറിയിലോട്ട് ആഡ് ചെയ്യപ്പെട്ടു. ഓവർ 21 products were included under the purview of the rule. The rule also extended its purview to components or consumables or parts or spare parts of electrical and electronic equipment along with their products. അതായത് ഒരു ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ മാനേജ്മെൻറ്റിനോടൊപ്പം തന്നെ അതിന് വരുന്ന എല്ലാ ചെറിയ എക്യുപ്മെൻറ്റ്സും ചെറിയ സ്പെയർ പാർട്സും എല്ലാം ഈ റൂളിൻ്റെ അണ്ടർ മാനേജ് ചെയ്യണമെന്നുള്ളതായിട്ട് വന്നു. അതുപോലെ തന്നെ ഇത് ഒരു ടാർഗറ്റ് കൊടുത്തു. ടാർഗറ്റ് ഫോർ പ്രൊഡ്യൂസേഴ്സ് വിച്ച് വാസ് മിസ്സിങ് ഇൻ ദ ഫസ്റ്റ് വേർഷൻ ഓഫ് ദ റൂൾ. ആദ്യത്തെ വേർഷനിൽ ടാർഗറ്റ് ഇല്ലായിരുന്നു. രണ്ടാമത്തെ വേർഷനിൽ ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഇത്ര % അവർ തിരിച്ചെടുത്ത് റീസൈക്കിൾ ചെയ്യുകയോ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യണം എന്നുള്ള ഒരു റൂള് 2016 വന്നു. അതിനുശേഷം ഈ ഒരു റൂളിനോടുകൂടി പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി കൂടി അവർക്ക് ഇത് കളക്ട് ചെയ്യുകയും ഡിസ്പോസ് ചെയ്യുകയും ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ഓർഗനൈസേഷൻ ഇന്ത്യയിൽ ഫോം ചെയ്തു. പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ഓർഗനൈസേഷൻ ഫോം ചെയ്തു എന്നല്ല, ഒരു പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ഓർഗനൈസേഷൻ്റെ ആവശ്യം പ്രൊഡ്യൂസേഴ്സിന് വന്നു. പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൊഡ്യൂസേഴ്സിനെല്ലാം കൂടെ കളക്റ്റീവായിട്ട് ഒരു ഓർഗനൈസേഷൻ പോലെ ഫോം ചെയ്യുന്ന ഒന്നാണ്. ഈ ഒരു ഓർഗനൈസേഷൻ ഈ ഒരു പ്രൊഡ്യൂസേഴ്സിനെ വേസ്റ്റ് കറക്റ്റായിട്ട് കളക്ട് ചെയ്യാനും അതിൻ്റെ എൻഡ് ഓഫ് ലൈഫിൽ അതിനെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തൊരു ഓർഗനൈസേഷൻ ആണ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ ഫണ്ടിങ് ഇതിൻ്റെ മെമ്പേഴ്സായിട്ട് പ്രൊഡ്യൂസേഴ്സിന് മെമ്പേഴ്സ് ആവാം. അതുപോലെ തന്നെ അവർക്ക് ഫണ്ടിങ്ങും കൊടുക്കാം. അപ്പം ഒരു ഓർഗനൈസേഷൻ കുറേ പ്രൊഡ്യൂസേഴ്സ് കൂടി ചേർന്നൊരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ വേസ്റ്റിൻ്റെ കളക്ഷനും അതിൻ്റെ മാനേജ്മെൻറ്റും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ മൊത്തം ആ ഒരു ഓർഗനൈസേഷൻ്റെ ആകുന്നു. അങ്ങനെ കുറച്ചുകൂടി ഈസി ആയിട്ട് അവർക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2016 റൂളിൻ്റെ അനുബന്ധമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷനും കാര്യങ്ങളുമൊക്കെ
ഇന്ത്യയിൽ നിലവിൽ വരാനായിട്ട് കാരണമായത്. ഓക്കെ, ഇനി 2018 ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂള് വീണ്ടും അമെൻമെൻറ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അതിന് ചേഞ്ച് സംഭവിച്ചു. ആ ഒരു 2018 വന്ന റൂള് പ്രകാരം ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടർ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർ ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ആൾക്കാരും അവരുടേതായ ആ ഒരു റോള് കറക്റ്റായിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഫൈൻ, പെനാൽറ്റീസ് അടയ്ക്കുക എന്നുള്ള രീതിയിലേക്ക് ആ റൂളുകൾ വന്നു. ഓക്കെ, അപ്പം ഇൻ 2018 പ്രൊഡ്യൂസേഴ്സ്, ഇമ്പോർട്ടർ, ട്രാൻസ്പോർട്ടർ, refurbisher, dismantler and recycler shall be liable to pay financial penalties as levied under the provisions of the Environment Protection Act. അപ്പം എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് ഫിനാൻഷ്യൽ പെനാൽറ്റി അടയ്ക്കണം എന്നുള്ളൊരു അമെൻമെൻറ്റ് ഈ ഒരു റൂളിൽ കൊണ്ടുവന്നത്. Moreover, the collection, storage, transportation, segregation, refurbishment, dismantling, recycling and disposal of e-waste shall be in accordance with the guidelines. അതുപോലെ തന്നെ ഇതിൽ നമ്മളുടെ ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതിന് കുറച്ചുകൂടെ കൂടുതൽ ഗൈഡ് ലൈൻസും ഈ ഒരു റൂള് കൊണ്ടുവരികയുണ്ടായി കേട്ടോ. അപ്പോൾ ഒരുപാട് കൂടുതൽ പ്രൊവിഷൻസും ഓരോ റൂളിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെ മെയിൻ പോയിൻറ്റുകൾ മാത്രമാണ് നമ്മൾ നോട്ട് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഇങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ആണ് ഇത് ഇങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിൻ്റെ ക്ലോസുകളും എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം മെയിൻലി ഒരു എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആ ഒരു മിനിസ്ട്രിയാണ് ഉണ്ടാക്കേണ്ടത്. അതിനോടുകൂടി സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന മറ്റൊരു വിങ്ങാണ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഇവരും ഇവരുടേതായ പാർട്ട് ചെയ്യുന്നുണ്ട്. അതിലെ മെയിൻ എന്ന് പറയുന്നത് ഇവർ അവയർനെസ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അതായത് ഇലക്ട്രോണിക് വേസ്റ്റിൻ്റെ ഹസാർഡ്സിനെ പറ്റിയും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റീസൈക്കിൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ പബ്ലിക്കിന് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വിങ്ങിൻ്റെ നമ്മളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. ഹാസ് ഇനിഷ്യേറ്റഡ് ആൻ ഇ വേസ്റ്റ് അവയർനെസ് പ്രോഗ്രാം അണ്ടർ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവ് along with industry association from 2015 to create awareness among the public about the hazards of e-waste recycling by the unorganized sector and to educate them about alternate methods of disposing of their e-waste. അതുപോലെ തന്നെ ഈ ഒരു അവയർനെസ് പ്രോഗ്രാമിൻ്റെ മെയിൻ സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അഡോപ്റ്റിംഗ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ഇ വേസ്റ്റ് റീസൈക്ലിംഗ് പ്രാക്ടീസസ് ആണ്. അതുപോലെ തന്നെ അവർ the general public is also encouraged to participate in Swachh Digital Bharat by giving their e-waste to authorized recyclers only. അപ്പം ഓതറൈസ്ഡ് റീസൈക്കിളേഴ്സിന് മാത്രം നമ്മളുടെ ഇ വേസ്റ്റ് കൊടുക്കാനായിട്ട് ഈ ഒരു പ്രോഗ്രാം നമ്മളെ അങ്ങനെയുള്ളൊരു ലക്ഷ്യം കൂടി ഈ ഒരു പ്രോഗ്രാമിനുണ്ട്. അങ്ങനെ നമ്മൾ സ്വച്ഛ് ഡിജിറ്റൽ ഭാരതത്തിൻ്റെ ആ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട്, സ്വച്ഛ് ഭാരതത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ. ഓക്കെ, അടുത്തത് മിനിസ്ട്രി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്വിറ്ററിൽ ഫേസ്ബുക്കിലൊക്കെ അവർക്ക് പേജുണ്ട്. ഈ ഒരു അവയർനെസ്, ഈ റീസൈക്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു അവയർനെസ് പബ്ലിക്കിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മിനിസ്ട്രിയുടെ മറ്റൊരു ഇനീഷ്യേറ്റീവാണ് ഇ വേസ്റ്റ് മാസ് അവയർനെസ് ക്യാമ്പയിൻ ത്രൂ സിനിമ എന്ന് പറയുന്നത്. യൂത്തിന് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ഇനീഷ്യേറ്റീവാണ്. ഇത് കൂടാണ്ട് ഈ ഒരു മിനിസ്ട്രി രണ്ട് മെയിൻ ടെക്നോളജീസ് ഹാസ് ഡെവലപ്ഡ് അഫോർഡബിൾ ടെക്നോളജീസ് ടു റീസൈക്കിൾ വാല്യുബിൾ മെറ്റീരിയൽസ് ആൻഡ് പ്ലാസ്റ്റിക്സ് ഇൻ ആൻ എൻവയോൺമെൻറ്റൽ സൗണ്ട് മാനർ. അതൊരു വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ.
അവർ ഒരുപാട് ടെക്നോളജീസ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് വേസ്റ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 2 മെയിൻ ടെക്നോളജിയെ പറ്റി നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാനായിട്ടുണ്ട്. ജസ്റ്റ് പേരോർത്തിരുന്നാൽ മതി. പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡുകൾ റീസൈക്കിൾ ചെയ്യുന്ന ടെക്നോളജി ആണ് മെയിനായിട്ടും അതിലുള്ളത്. PCB റീസൈക്ലിംഗ് ടെക്നോളജീസ് കേട്ടോ, ഇൻക്ലൂഡിങ് 2 എക്സ്പ്ലോസീവ് PCB റീസൈക്ലിംഗ് ടെക്നോളജീസ്. അത് 2 കപ്പാസിറ്റിയിൽ ഉള്ള രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 3.5 മില്യൺ ടൺ ഈ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 35 മില്യൺ ഈ വേസ്റ്റ് PCB റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ആ ഒരു പേര് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത്രയാണ് മെയിൻ ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്ത്യയിലെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിനെ പറ്റി കാണാം. ഓക്കെ, താങ്ക് യു.